ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? ഉപ്പും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഞണ്ടുകൾ നന്നായി വേവിച്ച് വെക്കണം. അതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. അതങ്ങനെ വഴന്നു വന്ന് നല്ല സുന്ദര കുട്ടന്മാരാകുമ്പോൾ നമുക്ക് അതിലേക്ക് നല്ല തക്കാളി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അങ്ങനെ തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റാം. അങ്ങനെ തക്കാളിക്കുട്ടന്മാരെ നമുക്ക് നന്നായിട്ട് വഴറ്റി ഉടച്ചെടുക്കാം. അങ്ങനെ നന്നായി തക്കാളിക്കുട്ടന്മാർ വേവുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. നമ്മൾ വേവിച്ചതിൽ ഓൾറെഡി ചേർത്തതാണ്. മല്ലി കഴുകി ഉണക്കി നന്നായിട്ട് വറുത്ത് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിന് നല്ല കളറും ടേസ്റ്റും കൂടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ ചേർത്തിരിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിയ മല്ലിപ്പൊടിയാണ്. നേരത്തെ വേവിച്ചപ്പോൾ പച്ചമുളക് ചേർത്തതിനാൽ ഒരല്പം കളറിന് മാത്രം മുളക് പൊടി ചേർക്കാം. ഓവർ മസാല ഉപയോഗിച്ച് ഞണ്ടിൻ്റെ സ്വാഭാവിക ടേസ്റ്റ് നമ്മൾ ഇല്ലാതാക്കരുത്. ഞണ്ടുകുട്ടന്മാരെ ചട്ടിയിലേക്ക് തട്ടി നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. അതിനാവശ്യമുള്ള വെള്ളം ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മൂടി വെച്ച് വേവിക്കണം. ഞാൻ വളരെ കുറച്ച് മാത്രമേ വെള്ളം ചേർത്തിട്ടുള്ളൂ. അങ്ങനെ തീരെ വെള്ളമില്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് റെഡി.